ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 18. നന്ദൻ, ഉപനന്ദൻ, വൃഷഭാനു എന്നിവരെ പരിചയപ്പെടുത്തലും ശ്രീകൃഷ്ണ ഭഗവാന്റെ മണ്ണ് തിന്നലും ആണ് ഈ ഒരു അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നത്. വ്രജത്തിലുള്ള 9 ഉപനന്ദന്മാർ. നന്ദഗോപകുമാരനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം വീടുകളിൽ കൊണ്ടുപോകുകയും അവിടെ ഇരുത്തി ഭഗവാന്റെ രൂപഭംഗി കണ്ട് പരമാനന്ദം അനുഭവിക്കുകയും ചെയ്തു. ഗയൻ, വിമലൻ, ശ്രീശൻ, ശ്രീധരൻ, മംഗലൻ, മംഗലായനൻ, രംഗവല്ലീശൻ, രംഗോജി, ദേവനായകൻ എന്നിങ്ങനെയുള്ളവർ നന്ദന്മാരും. വീതിഹോത്രൻ, അഗ്നിബുഗ്, സാംബൻ, ശ്രീകരൻ, ഗോപതി, ശ്രുതൻ, വ്രജേശൻ, പാവനൻ, ശാന്തൻ എന്നിവർ ഉപനന്ദന്മാരും. നീതിവീതൻ, മാർഗധൻ, ശുക്ലൻ, പദംഗൻ, ദിവ്യവാഹനൻ, ഗോപേഷ്ടൻ എന്നിവർ വൃഷഭാനുക്കളുമായിരുന്നു. ഇവരെല്ലാം വ്രജത്തിൽ ജനിച്ചവരാണ്. ഗോകുലധാമത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നികുഞ്ചദ്വാരത്തിൽ കയ്യിൽ വടിയുമായി നിന്നിരുന്ന ഗോപന്മാർ വ്രജത്തിൽ 9 നന്ദന്മാരായും നികുഞ്ചത്തിലുള്ള കോടിക്കണക്കിന് പശുക്കളെ പാലിക്കുന്നതിൽ തൽപരരായി. തലയിൽ മയിൽപീലിയും കയ്യിൽ ഓടക്കുഴലുമായി നടന്ന ഗോപന്മാർ ഉപനന്ദന്മാരായും നികുഞ്ചദുർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദണ്ഡും പാശവുമായി 6 കവാടങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഗോപന്മാർ വൃഷഭാനുക്കളുമായാണ് വ്രജഭൂമിയിൽ ജനിച്ചത്. ഗോലോകധാമത്തിൽ ഭഗവാന്റെ കൂടെ നിന്നവർക്കാണ് ഈ ഭൂലോകത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ ജനിക്കാനുള്ള അവസരം ലഭിച്ചത്. ഒരു ദിവസം യമുനാ തടത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ മണ്ണ് ഭക്ഷിക്കുന്നുവെന്ന വിവരം കുട്ടികൾ പറഞ്ഞറിഞ്ഞ് യശോദാദേവി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈ പിടിച്ചുകൊണ്ട് മണ്ണ് തിന്നോ എന്ന് ചോദിച്ചു. എന്നാൽ താൻ ഒരിക്കലും മണ്ണ് തിന്നിട്ടില്ലെന്ന് ഭഗവാൻ ശഠിച്ചു പറഞ്ഞു. വിശ്വാസമില്ലെങ്കിൽ വായിലേക്ക് നോക്കിക്കൊള്ളുവാൻ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ വായ തുറന്ന് കാണിച്ചു കൊടുത്തു. യശോദാദേവിയാകട്ടെ ബാലൻ്റെ വായയിൽ എണ്ണമറ്റ ബ്രഹ്മാണ്ഡങ്ങൾ കാണുകയുണ്ടായി. അവയ്ക്കുള്ളിൽ 7 സമുദ്രങ്ങൾ, 7 ദ്വീപുകൾ, 3 ലോകങ്ങൾ എന്നിവയും മുഴുവൻ വ്രജമണ്ഡലവും അതിൽ തന്നെയും കണ്ട് യശോദാദേവി വിവശയായി. തൻ്റെ പുത്രൻ സാക്ഷാൽ ശ്രീഹരി തന്നെയാണെന്ന ഒരു ചിന്ത യശോദാദേവിക്കുണ്ടായി. അപ്പം തന്നെ ഭഗവാൻ മന്ദഹസിക്കുകയും പെട്ടെന്ന് തന്നെ യശോദാദേവിയുടെ ആ അറിവ് അത് എല്ലാം മായയിലേക്ക് മുക്കുകയും ചെയ്തു. യശോദാദേവി അതോടുകൂടെ എല്ലാം മറന്നു പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ.